ഞാനിപ്പോൾ നിൽക്കുന്നത് 1871 പണി കഴിച്ച ഒരു വീട്ടിലാണ്. അവിടുത്തെ ഏറ്റവും ഇളയ തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും പഴയ വലിയ വീടായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ അതിന്റെ പേര് അങ്ങനെയാണ്, ബൊഡു ഗണ്ടുവർ ഉസ്ഗെ. തറവാട്, ഗണ്ടുവർ എന്ന് പറഞ്ഞാൽ തറവാട്, ഉസ്ഗെ എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയരം കൂടിയത്. അപ്പൊ അങ്ങനെ തന്നെയാണ് പേരും വന്നിരിക്കുന്നത്, ബൊഡു ഗണ്ടുവർ ഉസ്ഗെ. മിനിക്കോയ് ദ്വീപിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. മിനിക്കോയ് ദ്വീപിലെ ഏറ്റവും പഴക്കം ചെന്ന വീട്. കഴിഞ്ഞ ഓക്കി അടിച്ചപ്പോൾ ഭയങ്കരമായിട്ടും ഇത് തകർന്ന് നശിച്ചു പോയിട്ടുണ്ട്. എന്തായാലും ഉള്ള ഭാഗം വെച്ചിട്ട്, ഇത് ഇപ്പോൾ ഉള്ള ഭാഗം വെച്ചിട്ട് പഴമ നിലനിർത്തുന്നുണ്ട്. അതൊന്നും നമുക്ക് കണ്ടാലോ. വീടിന്റെ പ്രൗഢി സൂചിപ്പിക്കുന്ന വലിയ വാതിലുകളാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ ഒരു കലവറയുണ്ട് കേട്ടോ. ഈ കലവറക്ക് മുകളിലായിരുന്നു ആൾക്കാർ കിടന്നിരുന്ന സ്ഥലം. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു കലവറയും അതിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സ്ഥലവുമുണ്ട്. മിക്ക വീടുകളിലും, പഴയ വീടുകളിൽ ഈ ഒരു ഊഞ്ഞാല ഉണ്ടാവും. കട്ടിലാണോ കിടക്കാണോ? ഇതുപോലത്തെ 3 കടയാണ്. 2 സൈഡിൽ ഉണ്ടാവും, നടുക്കൊന്ന് വെച്ചിട്ടുണ്ടാവും. നല്ല കസവിന്റെ ബെഡ്ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇതുപോലത്തെ ഒന്ന്. കല്യാണ സമയങ്ങളിൽ ഈ പറഞ്ഞ കലവറയ്ക്ക് മുകളിലുള്ള സ്ഥലങ്ങളിൽ കിടക്ക വിരിച്ച് അതിനെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നല്ല രീതിയിൽ നേരത്തെ ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോലെ തന്നെ ഒരു വൃത്തിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഉമ്മ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത്. ഒരുപാട് കാലത്തേക്ക് ഇത് വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഒരുപാട് കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓക്കി വരുന്നത് വരെ. ഓക്കി സമയങ്ങളിൽ ഇത് 2 ഫ്ലോറിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറും അതിൻ്റെ മേലെ ഒരു ഫ്ലോറും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ മേലായിരുന്നു ഷീറ്റ് ഇട്ടിരുന്നു. അത് ഈ ഒരു ഓക്കി സമയത്ത് നല്ല കാറ്റടിച്ച് പറന്നു പോയതിന് ശേഷവും പിന്നീട് ഇവരുടെ വീട്ടുകാർ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പോയതുകൊണ്ടും ഇത് ഇപ്പോൾ അധികം ആരും താമസിക്കാനില്ലാത്തത് കൊണ്ടുമാണ് ഈ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ എത്തിയിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് പള്ളിയാണ്. ഈ തറവാട്ടിലന്ന് സുർക്ക സൂക്ഷിച്ചിരുന്ന ഒരു ബാരലാണിത്. സോ ഏറ്റവും പഴയ വീട് കണ്ടില്ലേ. ഇപ്പോൾ സ്ഥലം നല്ല മാറ്റം വന്നു, എല്ലാവരും ഇല്ല, ആൾക്കാരിവിടെ അധികം താമസിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയായി. മാത്രമല്ല ഓക്കിയുടെ എഫക്റ്റ് ഭയങ്കരമായിട്ട് ഇവിടെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞും കാര്യങ്ങളൊക്കെ ആയി. അല്ലെങ്കിൽ ഇതൊരു പൊളി സെറ്റപ്പിൽ ഒരു അടിപൊളി വീടായിരുന്നു. എന്നാലിപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇപ്പോൾ എല്ലാ തലമുറക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അടിപൊളി കൃഷി നടത്തിക്കൊണ്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പണ്ട് എന്താ പറയുക നല്ല സ്ഥലങ്ങളായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നടക്കാം, ഒരു എന്താ പറയുക മറ്റേതൊക്കെ കാണാം, കുളമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ആയിരുന്നു കിച്ചൺ പല കാലങ്ങളായിട്ട് ഇങ്ങനെ മാറ്റം വന്ന കിച്ചണുകളാണ് എന്നാണ് പറഞ്ഞത്. ആദ്യം ഇവരുടെ കിച്ചൺ ഉണ്ടായിരുന്നത് ഈ ഒരു സ്ഥലത്താണ്, ഈ ഒരു മതിൽ കാണുന്നില്ലേ, ഇവിടെയൊക്കെ ആയിരുന്നു കിച്ചൺ ഉണ്ടായിരുന്നത്. അപ്പോൾ പണ്ട് ഒരുപാട് എന്താ പറയുക ജോലിക്കാരൊക്കെ ഉള്ള ഒരു സമയം, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇവിടെ ഒരു ഉമ്മയുണ്ട്, ഉമ്മ തന്നെ വളരെ ചെറുപ്പത്തിൽ കണ്ട ഒരു കാര്യമാണ് ഇവിടെ കിച്ചൺ. പിന്നെ അവരുടെ വാപ്പ പിന്നീട് വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി കിച്ചൺ, ഈ ഒരു സൈഡിലേക്ക് കിച്ചൺ മാറ്റി. പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ചും കൂടി കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഗ്യാസൊക്കെ വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്കായി കിച്ചൺ. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ, വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടന്ന് സത്യം പറഞ്ഞാൽ ആൾക്കാർ ചുരുങ്ങുന്നതിനനുസരിച്ച് ഇവിടുത്തെ വീടും ചുരുങ്ങി വന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. സോ ഇവിടെയും ഇപ്പോൾ ഒരു ഫാമിംഗ് പോലെയൊക്കെ നടത്തുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താ പറയുക നല്ലൊരു അടിപൊളി കുളമുണ്ട്. പണ്ട് അന്ന് ആൾക്കാർ വന്നിട്ട് കുളിച്ചുകൊണ്ടിരുന്ന കുളം, അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഈ കുളം അന്ന് ആൾക്കാർ ഉപയോഗിച്ചായിരുന്നു. ഇന്ന് പക്ഷേ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം നമുക്ക്. അതായത് ഇത് കൃഷി ആവശ്യത്തിനായിട്ട് ഈ ഒരു സ്ഥലം സ്പേസ് വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുളം ഒരുപാട് തലമുറകൾ കുളിച്ച് നടന്നൊരു സ്ഥലം, ആ ഒരു കുളമാണ് ഈ കാണുന്നത്. എന്തായാലും അവിടെ ശബ്ദം കേൾക്കുക, പട്ടം പറപ്പിക്കുന്ന ശബ്ദമാണ്. മിനിക്കോയ് ദ്വീപിൽ മിക്കവാറും നമുക്ക് കേൾക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും മിനിക്കോയ് ദ്വീപിൽ ഏറ്റവും പഴക്കം ചെന്നൊരു പഴയ ഒരു വീടാണ് ഇത്, തറവാടാണ് ഇത്. വലിയ തറവാടായിരുന്നു. ഇതിൻ്റെ മേലെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 2 ഫ്ലോറായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഉയരത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലെ ഒരു ഫ്ലോറും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ഓക്കിയിൽ തകർന്നു പോയതാണ്. ഓക്കിയിൽ ഇവരൊക്കെ പറയുന്നത് ആ മതിലുകൾ എത്ര പൊളിച്ചിട്ട് പുതുക്കാൻ ശ്രമിച്ചാലും പൊളിയാത്ത മതിലായിരുന്നു. അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നു ഇതിൻ്റെ മതിലുകളൊക്കെ. പക്ഷേ എന്താ ഓക്കിയുടെ ആ ഒരു ശക്തി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അന്നത്തെ ഓക്കി അടിച്ചപ്പോൾ ആ മതിൽ പോലും പൊളിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും കാറ്റടിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെയാണുള്ളത്.
പക്ഷേ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളി സംഭവങ്ങളായി. ഇതിൻ്റെ അകത്ത് ഒരു സ്ഥലങ്ങൾ, ഇത് വേറൊരു റൂം. നമ്മൾ നേരത്തെ ആദ്യം കയറി ചെല്ലുന്ന പോലെ ഇവിടെ അതുപോലത്തെ ഒരു റൂം ഉണ്ടായിരുന്നു. നേരത്തെ കാണിച്ച പത്തായവും കാര്യങ്ങളൊന്നുമില്ല, പകരം ഇവിടെ കട്ടിലും കാര്യങ്ങളൊക്കെ ആയിരുന്നുള്ളത്. ഇതൊന്നിങ്ങനെ ഓരോരോ റൂമിലേക്ക് വന്ന് ഞാൻ പറഞ്ഞ കിച്ചണിലേക്ക് പോകുന്ന ഏരിയ ആണ്. ഇങ്ങനെയായിരുന്നു കിച്ചണിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇത് മറ്റൊരു റൂം എന്നാണ് ഇപ്പോൾ ഇവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ റൂഫുള്ളായിരുന്നു, ഓക്കെ സമയത്ത് അടിച്ചു പോയതാണ്.